Welcome to AutoCAD online training. എൻ്റെ പേര് സീന. ഞാൻ BIMLABS ടെക്നിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. BIMLABS ഓട്ടോഡെസ്കിന്റെ ഓതറൈസ്ഡ് ലേണിംഗ് പാർട്ട്ണർ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡിഫൈഡ് ടൂൾസിന്റെ 4ാമത്തെ പാർട്ട് വീഡിയോയിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറയാണ്. അറേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 രീതിയിൽ അറേ ഉണ്ട്. ഫസ്റ്റ് റെക്ടാങ്കുലർ അറേ. റെക്ടാങ്കുലർ അറേ എന്ന് പറയുന്നത് റോസും കോളംസും ഒക്കെ ചേർന്നിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻ ഓഫ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്ടാങ്കുലർ അറേ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ പാത്ത് അറേ. ആ എന്താ കോപ്പീസ് ഒരു പാത്തിലൂടെ അലൈൻ ചെയ്തിട്ടാണ് കോപ്പീസ് പോകണമെങ്കിൽ നമുക്ക് പാത്ത് അറേ യൂസ് ചെയ്യാം. മൂന്നാമത്തത് പോളാർ അറേ ആണ്. പോളാർ അറേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സർക്കുലർ ഷേപ്പിന് ചുറ്റും അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലുള്ള കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളാർ അറേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് റെക്ടാങ്കുലർ അറേ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒബ്ജക്ട്, ഇതാണ് എൻ്റെ റെക്ടാങ്കുലർ അറേക്ക് വേണ്ട ഒബ്ജക്ട്. വരയ്ക്കുന്നു, റെക്ടാങ്കുലർ അറേ എടുക്കുന്നു, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. കണ്ടോ, ഇവിടെ കോപ്പീസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റോയുടെയും കോളത്തിന്റെ നമ്പേഴ്സ് ഒക്കെ കൂട്ടി കൊടുക്കാം. 5 കോളം വന്നു. നമുക്ക് റോസ് കൂട്ടണമെങ്കിൽ ദെൻ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്പേഴ്സ് കൂടി വരും. ഇവിടെ കൂടുന്നതിനനുസരിച്ച് ഇവിടെ ചേഞ്ച് വരുന്നത് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫൈൻ. ദെൻ അടുത്ത് നമ്മൾ പോകുന്നത് ഇതിന്റെ കോളത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടീസിലേക്കാണ്. കോളം ബിറ്റ്വീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കോളം ബിറ്റ്വീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 353 ആണ് കിടക്കുന്നത്. ഞാനൊരു 500 ആയിട്ട് ചേഞ്ച് ചെയ്യാം. നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കണ്ട. ഈ പോയിന്റ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും 500. ടോട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പോയിന്റ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ടോട്ടൽ. റോയുടെ കേസിലും സെയിം തന്നെയാണ്. ഈ പോയിന്റ് മുതൽ ഇതുവരെയാണ് റോ ബിറ്റ്വീൻ. ടോട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഈ പോയിന്റ് മുതൽ ലാസ്റ്റ് ഒബ്ജക്റ്റിന്റെ ഫസ്റ്റ് പോയിന്റ് വരെയുള്ള ഓപ്ഷൻ ഡിസ്റ്റൻസ് ആണ് റോ ബിറ്റ്വീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലെവൽസ് ആണ്. ലെവൽസ് ഇപ്പൊ ഞാനൊരു 3 ലെവൽസ് കൊടുക്കുകയാണ്. തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 30 ഡിസ്റ്റൻസിൽ ഞാൻ 3 ലെവൽസ് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല, നമുക്ക് മനസ്സിലാകത്തില്ല. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സ്ക്രോൾ ബട്ടൺ ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് വ്യൂ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 3 ലെവൽസിൽ ആ ഒരു അറേ ക്രിയേറ്റ് ആയിട്ട് ഉണ്ടാവും. അതാണ് ലെവൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനത് 1 തന്നെ കൊടുക്കുകയാണെ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു അറേ എടുക്കുമ്പോൾ എപ്പോഴും വരുന്നതാണ് ഇവിടെ അറേ ക്രിയേഷൻ എന്നൊരു പുതിയൊരു പാനൽ കൂടി ഇവിടെ ഓപ്പൺ ആയി വരും. or നമുക്ക് ഇനി അടുത്ത് ഈ അറേയിന് ഫർദർ ആയിട്ട് ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും അസോസിയേറ്റീവ് എന്നൊരു പ്രോപ്പർട്ടി ഇവിടെ അറേയിൽ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ക്ലോസ് അറേ കൊടുക്കുക. അത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അല്ലെങ്കിൽ ഒരു അറേയുടെ പ്രോപ്പർട്ടി പോകും. ബാക്കിയെല്ലാം ഒരു സിംഗിൾ ആയിട്ട് റെക്ടാംഗിൾ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ക്ലോസ് അറേ കൊടുത്തു കഴിയുമ്പോൾ കണ്ടത് ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അറേ എഡിറ്റിലേക്ക് വരികയാണ്. അറേ എഡിറ്റ് വരുമ്പോഴേ തന്നെ നമുക്ക് ഇതെല്ലാം പഴയതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ് പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷനിൽ ബേസ് പോയിന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബേസ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിൽ ബേസ് പോയിന്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പഴയ ഓപ്ഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് ഇതാണ് ബേസ് പോയിന്റ് ചേഞ്ചിങ് ഓപ്ഷൻ. സെക്കൻഡ് വൺ സോഴ്സിനെ എഡിറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇപ്പൊ നമ്മുടെ ഈ ഒരു അറേയുടെ സോഴ്സ് എന്ന് പറയുന്നത് റെക്ടാംഗിൾ ആണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് സോഴ്സിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു അറേ സെലക്ട് ചെയ്യുക. ആ ഒരു ഒബ്ജക്റ്റ് തന്നെ സെലക്ട് ചെയ്യുമ്പോൾ അതിനെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഒരു സർക്കിൾ എന്തെങ്കിലും വരയ്ക്കുക. അതിന്റെ സോഴ്സിനെ ഒന്ന് എഡിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ചേഞ്ച് കൊടുത്താൽ മതി. കണ്ടോ, എല്ലാത്തിലും അത് വന്നിട്ടുണ്ട്. പക്ഷെ അതത്ര എന്തല്ല വിസിബിൾ ആയിട്ടല്ല നിൽക്കുന്നത്. അത് വിസിബിൾ ആവാൻ വേണ്ടി എഡിറ്റ് അറയിൽ വന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കാം. അപ്പോഴാണ് അത് സേവ് ആയത്. ഇനി സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിന്റെ നമ്പേഴ്സ് റോയുടെയും കോളംസിന്റെ നമ്പേഴ്സ് കൂട്ടുമ്പോൾ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത രീതിയിലുള്ള സോഴ്സ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതെങ്കിലും എനിക്കൊരു സോഴ്സിനെ എഡിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു സോഴ്സിനെ ഈ ഒരു റെക്ടാംഗിളിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡ്രോയിങ്ങിനെ മാറ്റിയിട്ട് അവിടെ എനിക്കൊരു സർക്കിൾ എന്തെങ്കിലും കൊണ്ട് വെക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് വെക്കേണ്ട ഡ്രോയിങ് ഇവിടെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അറേ സെലക്ട് ചെയ്യുക, റീപ്ലേസ് ഐറ്റം കൊടുത്തതിന് ശേഷം റീപ്ലേസ്മെന്റ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എൻറ്റർ ചെയ്യുക. അപ്പോഴേക്കും ബേസ് പോയിന്റ് ചോദിക്കും. ബേസ് പോയിന്റ് ഈ സർക്കിളിൽ തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. സർക്കിളിന്റെ സെന്റർ പോയിന്റ് തന്നെ ബേസ് പോയിന്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഇത് കൊടുത്തിട്ട് സെലക്ട് ചെയ്ത് എവിടെയാണോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ആ ഒബ്ജക്റ്റ് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, റീപ്ലേസ് ആയി നമ്മൾ പുതിയ ഡ്രോയിങ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് സ്ട്രെച്ച് ചെയ്താലും എന്തില്ല, സോഴ്സിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ സർക്കിൾ ഒന്നും വരില്ല, കാരണം സോഴ്സിലല്ല ചേഞ്ച് ചെയ്ത്, ജസ്റ്റ് 1-2 ഐറ്റത്തിന് ഒന്ന് റീപ്ലേസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. റീസെറ്റ് അറേ കൊടുക്കുമ്പോഴേക്കും എല്ലാം പഴയതുപോലെ റീസെറ്റ് ആയിട്ടുണ്ടാവും. ഇതാണ് റെക്ടാങ്കുലർ അറേ. സെക്കൻഡ് വൺ പാത്ത് അറേ ആണ്. പാത്ത് അറേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് കർവാണ് ആദ്യം വരച്ചു കൊടുക്കേണ്ടത്. ഞാൻ അതിന് വേണ്ടി പോളിലൈൻ ആണ് എടുക്കുന്നത്. പോളിലൈൻ എടുത്തിട്ട് ജസ്റ്റ് ഒരു പോളിലൈൻ വരച്ചു കൊടുക്കുകയാണെ. സിമ്പിൾ ആയിട്ട് വരയ്ക്കുന്നതാണ്. ഓക്കെ, വരച്ചതിന് ശേഷം ഇതിനെ ഒരു സ്പ്ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം.
പോളിലൈനെ സ്പ്ലൈൻ ആക്കാൻ വേണ്ടിയിട്ട് PE എന്ന കമാൻഡ് കൊടുക്കുക. പോളിലൈൻ എഡിറ്റ്, പി എഡിറ്റ് എന്ന് പറയും. ഇട്ട് കൊടുക്കുക. ആ ഒരു പോളിലൈനെ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഇതിന്റെ സബ് ഓപ്ഷനകത്ത് കുറെ ഓപ്ഷൻസ് വരും. അതിൽ സ്പ്ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇത് സ്പ്ലൈൻ ആയിട്ട് കൺവേർട്ട് ആയിട്ട് ഉണ്ടാവും. ദെൻ ഞാൻ ഇതിന്റെ അടുത്തേക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് വേണം ഈ ഒരു പാത്തിലൂടെ അലൈൻ ചെയ്ത് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പാത്ത് അറേ എടുക്കുന്നു. സെലക്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. പാത്ത് കർവ് സെലക്ട് ചെയ്യുന്നു. കണ്ടോ ഇവിടെ എന്ത് ചെയ്യും, ആ പാത്തിലൂടെ ഇത് അറേ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇതാണ് പാത്ത് അറേ. മൂന്നാമത്തത് പോളാർ അറേ ആണ്. പോളാർ അറേ ഞാൻ പറഞ്ഞു, ഒരു സർക്കുലർ ടേബിളിന് ചുറ്റും ചെയറിന്റെ അറേഞ്ച്മെന്റ്സോ അല്ലെങ്കിൽ ഒരു ഫാൻ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സർക്കുലർ ഷേപ്പിൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഒക്കെ വരുന്ന കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പോളാർ അറേ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനൊരു ടേബിൾ വരയ്ക്കുകയാണ്. ടേബിൾ ജസ്റ്റ് ഒരു സർക്കിളും റെക്ടാംഗിളും മാത്രം വെച്ചിട്ടാട്ടോ വരയ്ക്കുന്നത്. ഇതൊരു ടേബിളും ചെയറുമായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പോളാർ അറേ എടുക്കാം. ദെൻ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. സെന്റർ പോയിന്റ് ഓഫ് ദി അറേ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതാണ് സെന്റർ പോയിന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. സെലക്ട് ചെയ്യുമ്പോഴേക്കും അവിടെ വന്നിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ ഒരു ടേബിളിന് ചുറ്റും ചെയർ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സർക്കിൾ തന്നെ ഇവിടെ വേണമെന്നില്ല. ശരിക്കും ഒരു റെക്ടാംഗിൾ വരച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പോളാർ അറേ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. എവിടെയെങ്കിലും പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിന് ചുറ്റും കോപ്പീസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇതാണ് 3 ടൈപ്പിലുള്ള അറേ. ഓക്കെ, ഇതോടുകൂടി മോഡിഫൈഡ് ടൂൾസ് തീർന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ടായിരിക്കും വരിക. ഓക്കെ, കീപ് വാച്ചിങ്. താങ്ക് യു.